കെ മുരളീധരനെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുമെന്ന പത്മജ വേണുഗോപാൽ. നേരത്തെ തന്നെ ഗൂഢാലോചന ഉണ്ടായിരുന്നു. തൃശൂരിൽ വിജയിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ബിജെപിയിലേക്ക് എത്തുന്നതെന്നും ഇലക്ഷൻ കഴിയുന്നതോടെ ബിജെപിയിലേക്ക് ഒഴുക്ക് തുടരുമെന്നും പത്മജ തൃശൂരിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, നിർണായകമായൊരു വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ കൃത്യമായൊരു രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും വിഷ്ണു, കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ തന്നെ പത്മജ വേണുഗോപാൽ ഇത് വ്യക്തമാക്കിയതാണ്. കാരണം പലതരത്തിലുള്ള ഗൂഢാലോചന നടന്നിരുന്നു. നേരത്തെ തന്നെ താൻ നിന്നപ്പോഴും കാലുവാരിയിട്ടുള്ള നേതാക്കൾ തന്നെയാണ് ഇവിടെയുള്ളത്. തീർച്ചയായും കെ മുരളീധരൻ മത്സരിക്കുമ്പോഴും ഇത്തരത്തിൽ പിന്നിൽ നിന്നുള്ള ഒരു കുത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ജയിക്കുവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ കെ മുരളീധരനെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമെന്നും തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. അതുപോലെ തന്നെ വടകരയിൽ മത്സരിച്ച് വിജയിക്കുമായിരുന്ന കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് എത്തിച്ചത് അതിൻ്റെ ഭാഗമാണെന്നും തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായും തങ്ങളുടെ കുടുംബത്തിലെ ആര് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴും തോൽപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തിയിരുന്നുവെന്നുമാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ഇന്ന് ഈ മുരളി മന്ദിരത്തിൽ വച്ചാണ് ഈ നിരവധിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP-യിലേക്ക് അംഗത്വം നൽകുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ന് കല്യാണിക്കുട്ടി അമ്മയുടെ ശ്രാദ്ധം കൂടിയായിരുന്നു. ആ ദിനത്തിലാണ് ഇത്തരത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മുരളി മന്ദിരത്തിലേക്ക് എത്തുന്നതും ഇവിടെ നിന്നും BJP അംഗത്വം സ്വീകരിക്കുന്നതും. ഈ മുരളി മന്ദിരത്തിലേക്ക് ഒരു BJP പ്രവർത്തകനെയോ അല്ലെങ്കിൽ അത്തരത്തിൽ അനുഭവമുള്ള ആരെയും കയറ്റില്ല എന്നായിരുന്നു കെ മുരളീധരൻ്റെ വെല്ലുവിളി. എന്നാൽ ആ വെല്ലുവിളിയൊക്കെ തന്നെ അതിന് നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ മറുപടി നൽകിയതാണ്. തന്നെ കാണുവാൻ ആര് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരും, അതിന് മറ്റാരുടെയും അനുവാദം വേണ്ട എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് നിരവധി പേർ ഇന്ന് BJP-യിലേക്ക് അംഗത്വം സ്വീകരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം മത്സരം അങ്ങനെ വലിയ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോഴും കെ മുരളീധരനെ തോൽപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ശ്രമങ്ങളും, അതായത് പ്രചാരണത്തിന് പോകുമ്പോൾ തന്നെ തൃശ്ശൂരിലെ നേതാക്കൾ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ തനിക്ക് തന്നെ തോൽപ്പിച്ചവരെയാണ് ഓർമ്മ വരുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് കെ മുരളീധരനെ തോൽപ്പിക്കുവാനുള്ള ശ്രമം. കൃത്യമായും ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് ഈ കെ കരുണാകരൻ്റെ സ്മൃതി കൂടിയിടമുള്ള ഈ മുരളി മന്ദിരത്തിലാണ് ഇത്തരമൊരു പരിപാടി 11 മണിയോടുകൂടി ആരംഭിക്കുക. എന്തായാലും ഇതിൽ വലിയ തരത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ BJP-യിലേക്ക് എത്തുന്നത്. ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഇതിലും കൂടുതൽ പ്രവർത്തകർ, പത്മജ വേണുഗോപാൽ ഒറ്റയ്ക്കല്ല, നിരവധി പേർ BJP-യിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികളും അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ചുമതല വഹിച്ചിരുന്ന നിരവധി പേരാണ് ഈ BJP-യിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ അവഗണനകൾ തുടരുന്നുവെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസിനുള്ളിലെ അവഗണനകൾ കാരണമാണ് ഇത്തരത്തിൽ നിരവധി പേർ ദേശീയതയുടെ പാതയിലേക്ക് വരുന്നത്. അത് തന്നെയാണ് താനും സ്വീകരിച്ചിട്ടുള്ളത്. തനിക്ക് നേരിടേണ്ടി വന്ന നിരവധി കാര്യങ്ങളുണ്ട്, തൻ്റെ അച്ഛനും നേരിടേണ്ടി വന്ന നിരവധി കാര്യങ്ങൾ, അതും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ചന്ദനക്കുറി തൊടുവാൻ പോലും അനുവാദമില്ലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത്തരം ഈ എതിർപ്പുകളെയൊക്കെ തന്നെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് BJP-യിലേക്ക് താൻ എത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴുള്ള പ്രവർത്തകരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ തന്നോട് ഇങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത്, BJP-യിലേക്ക് ചേരുവാൻ വേണ്ടി, BJP-യുടെ അംഗത്വം നൽകുവാൻ വേണ്ടി ഇങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നതെന്നാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഇക്കാര്യവും നിർണായകമായിട്ടുള്ള ഇക്കാര്യവും വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം മത്സരം, അതായത് 3 സ്ഥാനാർത്ഥികളും, NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാറും അതോടൊപ്പം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനും ഈ പ്രചാരണ രംഗത്ത് ഇങ്ങനെ സജീവമായി മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ മുരളീധരനെ തോൽപ്പിക്കുമെന്നുള്ള കാര്യം പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തുന്നത്. തനിക്ക് നേരത്തെ അനുഭവമുള്ള കാര്യം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്രയും കൃത്യമായി പറയുന്നത് എന്ന് തന്നെയാണ് പത്മജ വ്യക്തമാണ്. കെ മുരളീധരനെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കുമെന്ന പത്മജ വേണുഗോപാലിന്റെ വെളിപ്പെടുത്തൽ. നേരത്തെ തന്നെ ഗൂഢാലോചന ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ വിജയിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് BJP-യിലേക്ക് എത്തുന്നതെന്നും ഇലക്ഷൻ കഴിയുന്നതോടെ BJP-യിലേക്ക് ഒഴുക്ക് തുടരുമെന്നും പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ പ്രതികരിച്ചു. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.